എല്ലാവർക്കും നമസ്കാരം. രാമായണ പാരായണവും സന്ദേശവും നമുക്ക് ഇന്ന് വേദിയിൽ അവതരിപ്പിക്കുന്നത് ചെറിയ അമ്പലവയൽ സമിതിയാണ്. സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി സ്നേഹത്തോടെ ചന്ദ്രദാസേട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു. ചെട്ടി സർവീസ് സൊസൈറ്റി പ്രസിഡന്റ്, സെക്രട്ടറി, ഭാരവാഹികൾക്ക്, വനിതാവേദി സംഘാടകർ, ഓൺലൈൻ രാമായണ മാസത്തിന്റെ സംഘാടകർ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാമായണ മാസം ആചരണം 29ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് പാരായണം നടത്തുന്നത് ചെറിയ അമ്പലയിൽ പ്രാദേശിക സമിതിയാണ്. ഈ പരിപാടി കൊണ്ട് എല്ലാ വീടുകളിലും രാമായണ മാസത്തിന്റെ സന്ദേശം എത്തിക്കാൻ സാധിച്ചു. ഇന്നത്തെ തിരക്കുകൂടിയ ജീവിതത്തിൽ അല്പനേരം ആധ്യാത്മിക കാര്യങ്ങളെ കുറിച്ച് പ്രായപരിധിക്കപ്പുറം ഈ പരിപാടി കൊണ്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെ വളരെയധികം അഭിനന്ദനമായ കാര്യം കൂടിയാണ്. ഈ രാമായണ മാസാചരണം പരിപാടിയിൽ സ്വാഗതം അർപ്പിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി WCSS ഭാരവാഹികൾ പ്രസിഡന്റ് ശ്രീ വേണുവേട്ടനും മറ്റ് സമിതി ഭാരവാഹികൾക്കും ഈ പരിപാടിക്ക് പ്രോത്സാഹനം നൽകുന്ന വിജയേട്ടൻ ചെറുകുന്ന്, ശിവദാസ് കോളിമാട്, വനിതാ സംഘാടകർ, ഓൺലൈൻ സംഘാടകർ എന്നിവർക്കും ആദ്യമായി സ്വാഗതം അർപ്പിക്കുന്നു. ഈ പരിപാടിക്ക് ആമുഖ പ്രഭാഷണം നടത്തിയ ശ്രീ രാജേഷ് കരുവളം എന്നിവർക്കും ചെറിയ അമ്പലയിൽ പ്രാദേശിക സമിതിയുടെ പേരിൽ സ്വാഗതം അർപ്പിക്കുന്നു. ഇന്നത്തെ പരിപാടിയിൽ രാമായണ പാരായണം നടത്തുന്ന ശ്രീമതി തങ്കമ്മ, ശ്രീമതി ഗിരിജ, ശ്രീ സുനിൽകുമാർ എന്നിവർക്കും സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ പരിപാടിക്ക് സന്ദേശം നൽകുന്ന ശ്രീ ഭാസ്കരൻ മാഷ് വെണ്ടണ അവർക്കും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. പരിപാടിക്ക് ശ്ലോകം അവതരിപ്പിക്കുന്ന കുമാരി ദേവനന്ദ മോൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിക്ക് നന്ദി രേഖപ്പെടുത്തുന്ന ശ്രീ അനിൽ കുമാറിനും സമിതിയുടെ പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ പരിപാടിക്ക് വേണ്ടി ഓൺലൈൻ പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പാരായണം നടത്തുന്നതിന് ശ്രീമതി തങ്കമ്മ ചേച്ചിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരി ശ്രീ ഗണപതായേ നമഃ. നമസ്തു. മേഘനാഥപദം. രാഘവന്മാരും മഹാകവിവീരരും ശോകാമകന്നു തെളിഞ്ഞു വാഴും വിധവും മർക്കിടനായകന്മാരോടു ചൊല്ലിനാനർക്കതനയനു മംഗതനും തഥാം. നിൽക്കരൂതാരും പുറത്തിനി വാനരരൊക്കെ കടക്ക മുറിച്ച മതിലുകൾ വ്യത്യാഗ്രഹങ്ങളിലൊക്കവേ കൊല്ലിയും വൃക്ഷങ്ങളൊക്കെ മുറിക്കാതിരുതരേ. ഭൂപാതടാകങ്ങൾ തൂർക്കാകിടങ്ങുകൾ ഗോപുരതോരാവധി നിരത്തിയിടുക. മിക്കതുമൊക്കെയൊടുങ്ങി നിസാചരുൾക്കരുത്തുള്ളവരെന്നുമുണ്ടെങ്കിലോ വെന്തു പറഞ്ഞാൽ പുറത്തു പുറപ്പെടൂ മന്ദകൻ വീട്ടിനേക്കാമനുഷണം എന്നതു കേട്ടവർ കൊല്ലിയും കൈക്കൊണ്ടു
ചെന്നു തെരുതരെ വെച്ചു തുടങ്ങിനാർ. പ്രാസാദ ഗോപുര കർണകേകങ്ങളും കാശീസകാഞ്ചനാരൂപ്യതാമ്രങ്ങളും ആയുധശാലകളാഭരണങ്ങളും മായാതനങ്ങളും മദ്യനാശാലയും വാരണവൃന്ദവും വാദി സമൂഹവും തേരുകളും വെന്തു വീണിടുന്നു. സ്വർഗലോകത്തോളം എത്തി ദഹനനും ചക്രനോടങ്ങറിയിച്ചാനനാകുലം. മാരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചോരു രംഗാപുരം വിഭൂതിയായി വന്നിതു. രാത്രിഞ്ചര സ്ത്രീകൾ വെന്തലറിപ്പാഞ്ഞു ആർത്തി മുഴുത്തു തിരുതരെ ചാകയും. മാർത്താണ്ഡഗോത്രജരാഹിയ രാഘവൻ കൂർത്തുമൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും ഗോത്രാരിജിത്തു ജയിച്ചതുമെത്രയും. പാത്തോളം അത്ഭുതമെന്നു പറയുകയും രാത്രീഞ്ചരന്മാർ നിലവിളി ഘോഷവും. രാത്രീഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും വാനരന്മാർ നിന്നലറുന്ന ഘോഷവും. മാനവേന്ദ്രൻ ധനുർജനാഘോഷവും ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും. ദീനതാ പൂണ്ട ദുരഹങ്ങൾ നാദവും സന്തതം തിങ്ങി മുഴങ്ങി ചമഞ്ഞിതു. ചിന്താമുഴുത്തു ദശാനന വീരനും കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോടാശുമീ പോകുന്നു ചൊല്ലിനാൻ. തമ്പിയായുള്ളതു കുംഭനുമന്നേരം മുമ്പിൽ ഞാനെന്നു മുതിർന്നു പുറപ്പെട്ടാൻ. കമ്പരൻ താനും പ്രചങ്കനുമെത്രയും വൻകൊള്ള യുവാക്ഷനും ചൂടിതാക്ഷനും വൻപടയോടും പുറപ്പെട്ടു ചന്നട ബിംബം കലർന്നെടുത്താർ കവിവീരരും. രാത്രിരാത്തങ്ങടുത്തു പൊരുതൊരു രാത്രീചരന്മാർ തെരുതരെ ചാകയും. കൂർത്ത ശാസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടു കവികളും ഗാത്രങ്ങൾ ഭേദിച്ചു രാത്രിയിൽ വീഴുകയും. ഏറ്റുപിടിച്ചു മടിച്ചു മിടിച്ചും അങ്ങേറ്റം കടിച്ചും പൊടിച്ചും പരസ്പരം ചീറ്റം വീഴ്ത്തും പറിച്ചും മരാമരം തോറ്റുപോയെന്നു ചൊല്ലിയടുക്കയും. വാനര രാക്ഷസന്മാർ പൊരുതാരഭീമാനം നടിച്ചും ത്യജിച്ചും കളഭരം. രാവണന്റെ ഹോമവിഘ്നം. ശുക്രനെ ചെന്നു നമസ്കരിച്ചത്രയും ശുഷ്കവദനായി നിന്നു ചൊല്ലിയിടിനാൻ. മർക്കടാത്മജാതീയ മർക്കട വീരനു മർക്കനന്യോ അത്ഭുതനാകിയ രാവനും ഒക്കെ ഒരുമിച്ചു ഭാരിതിയും കടൻ നിക്കരെ വന്നു ലങ്കാപുരം പ്രാപിച്ചു. ചക്രാരി മുഖ്യ നിശാചരന്മാരെയും ഒക്കെയൊടുക്കി ഞാനേകനായിതു. ദുഃഖം ഉൾക്കൊണ്ടിരിക്കുമാറായിതു സൽഗുരു ഞാൻ തവാ ശിഷ്യനല്ലോ വിഭോ. വിജ്ഞാനിയാകിയ രാവണനതിലി വിജ്ഞാപിതനായത് ശുക്രമഹാമുനി. രാവണനോട് ഉപദേശിച്ചതെങ്കിൽ നീ ദേവന്മാരെ പ്രസാദം വരുത്തുക. ശീഘ്രമൊരു ഗുഹയും തീർത്തു ശത്രുക്കൾ തോൽക്കും പ്രകാരം അതിരഹസ്യ സ്ഥലേ ചെന്നിരുന്നാശു നീ ഹോമം തുടങ്ങുക. വന്നുകൂടും ജയമെന്നാൽ നിനക്കെടോ വിഘ്നം വരാതെ കഴിഞ്ഞുകൂടുന്നതാകി ലഗ്നികുണ്ഡത്തിങ്കൽ നിന്നു പുറപ്പെടും. ബാണാതൂണീരശാപശ്വരതാദികൾ വാനരന്മാരാലും അജയ്യനാം. പിന്നെ നീ മന്ത്രം ഗ്രഹിച്ചു കൊൾക്കെന്നോടു സാദരമന്തരമെന്നിയേ ഹോമം കഴിക്ക നീ. ചക്രമുനിയോടും മൂലമന്ത്രം കേട്ടു രക്ഷോ ഗണാധിപനാകിയ രാവണൻ വന്നലോകന സമാനമായി തീർത്തിതു തന്നുടെ മന്ദിരം തന്നിൽ ഗുഹാതലം. ദിവ്യനാം സഹ്യജാതി ഹോമായ ദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചു കൊണ്ടവൻ രംഗാപുരദ്വാരമൊക്കെ ബന്ധിച്ചതിൽ ശങ്കാവിഹീനമകം പൊക്കു ശുദ്ധനായി ധ്യാനമുറപ്പിച്ചു തൽഫലം പ്രാപിച്ചു
മൗനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങിനാൻ. വ്യോമമാർഗത്തോളം ഉദ്ധിതമായൊരു ഹോമധൂപം കണ്ടു രാവണ സോദരൻ. രാമചന്ദ്രനു കാട്ടിക്കൊടുത്തിടിനാൻ. ഹോമം തുടങ്ങി ദശാനനൻ മന്നവ ഹോമം കഴിഞ്ഞു കൂടുകയില്ലെന്നുമേ. നാമനോടും തോറ്റിടും മഹാരണി ഹോമം മുടക്കുവാൻ അയച്ചിടുക. സാമോദമാശു കവികുലൻ വീരരെ ശ്രീരാമ സുഗ്രീവ ശാസനം കൈക്കൊണ്ടു മാരുതപുത്രാഗതാദികളൊക്കവേ 100 കോടി പടയോടും മഹാമതി മേലേറിക്കടന്നതങ്ങു രാവണ മന്ദിരം ഉക്കുപുരപാലകന്മാരെയും കൊന്നു. മർക്കടവീരരൊരുമിച്ചാനാകുലം വാരണവാരീരഥങ്ങളെയും പൊടി ചാരാനു തത്ര ദശാസ്യ ഹോമസ്ഥലം. രാജാൽ സരമനിജ സംജയ സൂചിപ്പിച്ചിതു ദശകീപ ഹോമസ്ഥലം. ഹോമഹൂദ്വാരബന്ധന പാഷാണ മാമയാഹീനം പൊടിപ്പെടുത്താതങ്കതൻ. തത്ര ഗുഹയിലകം പുക്കും നേരത്തു നക്തഞ്ചരേന്ദ്രനെ കാണായന്തികെ. മറ്റുള്ളവർകളും മുഗ്നയാ തെറ്റെന്നു ചെന്നു ഗുഹയിലിറങ്ങിനാർ. കണ്ണു മടച്ചുടൻ ധ്യാനിച്ചിരിക്കുമ പുണ്യജനാധിപനെ കണ്ടു വാനരർ. താടിച്ചു ഭൃത്യജനങ്ങളെ പീഡിച്ചു കൊള്ളുകയും സംഭാര സഞ്ചയം. കുണ്ടത്തിലൊക്കെയൊരിക്കലേ ഹോമിച്ചു ഖണ്ഡിച്ചിതു രഘുമേഖലാജാലവും. രാവണൻ കയ്യിലിരുന്നു മഹാധ്രുവം പാവനീ ശീഘ്രം പിടിച്ചു പറിച്ചുടൻ. താടനം ചെയ്താനതുകൊണ്ടു സത്വരം. രാമരാവണ യുദ്ധം. യുദ്ധം പറഞ്ഞു യുദ്ധത്തിനൊരുമ്പെട്ടു ബദ്ധബോധം പുറപ്പെട്ടിതു രാവണൻ. മൂലബലാദികൾ സങ്കരത്തിനു തൽക്കാലേ പുറപ്പെട്ടു വന്നിതു ഭൂതലേ. ലങ്കാധിപന്നു സഹായമായി വേഗേന സംഖ്യയില്ലാതെ ചതുരംഗസേനയും 10 പടനായകന്മാരും ഒന്നിച്ചു 10 കഴുത്തിനെ കൂപ്പി പുറപ്പെട്ടാൽ. വാരിധി പോലെ പരന്നു വരുന്നതോ മാരുതി മുമ്പാം കവികൾ കണ്ടെത്രയും. ഭീതി മുഴുത്തു വാങ്ങിയിടുന്നതു കണ്ടു നീതിമാനാകിയ രാമനും ചൊല്ലിനാൻ. വാനരവീരരെ നിങ്ങളിവരോടു മാനം നടിച്ചു ചൊന്നേൽ കരുതാരുമേ. ഞാനിവരോടു പോർ ചെയ്തൊടുക്കിയിടുവാൻ ആനന്ദം കണ്ടുകൊള്ളുകവരും എന്നരുൾ ചെയ്തു നിശാചര സേനയിൽ ചെന്നു ചാടിയിടിനേനാ ഏകനാമീശ്വരൻ. ശാപബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ കോപേന ബാണജാലങ്ങൾ തൂകിടിനാൻ. എത്ര നിശാചരരുണ്ടു വന്നേറ്റതിങ്ങത്ര രാമന്മാരുമുണ്ടെന്നതുപോലെ രാമമയമായി ഭൂമിയും എന്തൊരു വൈഭവമന്നേരം. എന്നോടു തന്നെ പോരുന്നിതു രാഘവനെന്നു തോന്നി രജനീചരർക്കൊക്കവേ. 12 നാഴിക നേരം ഒരുപോലെ യാതുദാനാവലിയോടു രഘുത്തമൻ. അസ്ത്രം പരിശിച്ച നേരമാർക്കും തത്ര ചിത്തേ തിരിച്ചറിയായതില്ലേതുമേ. വാസര രാത്രി നിശാചര വാനര മേദിനി വാടി ശൈലവനങ്ങൾ ഇല്ലാതെ ചരങ്ങൾ നിറഞ്ഞിതു മേധുരന്മാരായ രാക്ഷസവീരരും. ആനയും തേരും കുതിരയും കാലാളും വീണു മരിച്ചു നിറഞ്ഞിതു പോർക്കള കാളിയും കൂളികളും കബന്ധങ്ങളും. കാളിനീ ശീതിനിയും പിശാചങ്ങളും നായും നരിയും കഴുകുകൾ കാകങ്ങൾ
പേയും വരുത്തു ഭയങ്കരമാം വണ്ണം രാമചാപത്തിൻ മണിതൻ നിനാദവും വ്യോമമാർഗേ തുടരെ തുടരെ കേട്ടു ദേവഗന്ധർവ യക്ഷാസരോ വൃന്ദവും. ദേവമുനീന്ദ്രനാം നാരദനും തഥാ രാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ ആകാശചാരികൾ ആനന്ദപൂർവകം. ദ്വാദശ നാഴിക കൊണ്ടു നിശാചരൻ മേദിനി തന്നിൽ വീണിടിനാരൊക്കവേ. മേഘത്തിനുള്ളിൽ നിന്നർക്കബിംബം പോലെ രാഘവൻ തന്നെയും കാണായിതം നേരം. ലക്ഷ്മണൻ താനും വിഭീഷണനും പുനരർക്കതനയനും മാരുതപുത്രനും മറ്റുള്ള വാനരവീരരും വന്ദിച്ചു ചുറ്റും നിറഞ്ഞിതു രാഘവൻ അന്നേരം. മർക്കട നായകന്മാരോടരുൾ ചെയ്തതി കണക്കേ യുദ്ധമാചു ചെയ്തിടുവാൻ. നാരായണനും പരമേശനും ഒഴിഞ്ഞാരുമില്ലെന്നു കേൾക്കുന്നു ഞാൻ മുന്നമേ. രാക്ഷസരാജ്യം മുഴുവനോ അതു നേരം രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടിയിടിനാർ. താതാ സഹോദര നന്ദനാ വല്ലഭ നാഥ നമുക്കവലംബനമാരയ്യോ. ഹൃദയായേറ്റം വിരൂപയായുള്ളോരു നാക്തഞ്ജനാധിപ സോദരി രാമനെ ശ്രദ്ധിച്ച കാരണമാപത്തിതൊക്കവേ വർദ്ധിച്ചു വന്നിതു മറ്റില്ല കാരണം. ശൂർപ്പണകയ്ക്കെന്തു കുറ്റമതിൽ പരം പെരുമാളല്ലയോ ദശകന്ധരൻ. WCSS തമിഴ്നാട് സമിതി ഭാരവാഹികൾ, വനിതാവേദി ഭാരവാഹികൾ, രാമായണ മാസാചരണം ഓൺലൈൻ സംഘാടക സമിതി അംഗങ്ങൾ, അതുപോലെ ചെറിയമ്പലവേൽ പ്രാദേശിക സമിതി ഭാരവാഹികൾ, അംഗങ്ങൾ, ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാരായണ പരമ്പര ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമുദായ അംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പാരായണം വളരെ ഭംഗിയായി 3 പേർ നിർവഹിച്ചു. ഇവിടെ ആമുഖം പറഞ്ഞ ശ്രീ രാജേഷ് അവർ, അതുപോലെ സ്വാഗതം പറഞ്ഞ ചന്ദ്രദാസ് വളമുള്ളി അവർ, പാരായണം ചെയ്ത 3 പേർ വളരെ മനോഹരമായ പാരായണമായിരുന്നു. ശ്ലോകം നടത്താനിരിക്കുന്ന അഭിനന്ദന, അതുപോലെ നമസ്കാരം. ഇവിടെ ഈ ഒരു കമ്മ്യൂണിക്കേഷന് വളരെയധികം നന്ദി ആദ്യമായി സൂചിപ്പിക്കട്ടെ. രാമായണത്തിലെ ഇന്നത്തെ ഈ ഭാഗം മേഘനാഥ വധം, രാവണ ഹോമവിഘ്നം, രാവണ യുദ്ധം, നീണ്ട ഭാഗങ്ങളാണ്. ഇതെല്ലാം ഈ ഭാഗങ്ങൾ വളരെ സമയമെടുത്ത് പറയേണ്ട ഒരു ഭാഗമാണ്. അതിനു മുമ്പായി വാൽമീകി രാമായണം രചിക്കാനുണ്ടായ സംഗതികളെ കുറിച്ച് ശ്രീരാമനോട് പറയുന്ന ഒരു രംഗം അവതരിപ്പിച്ചുകൊണ്ട്, ഒരു ഭാഗം അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ ഇതിലേക്ക് വരാമെന്ന് ആദ്യമായി അറിയിക്കട്ടെ. വാൽമീകിക്ക് മുമ്പനായ വാൽമീകി എന്നു പേരുള്ള മഹർഷി, അദ്ദേഹത്തിന്റെ പൂർവനാമം രത്നാകരൻ എന്നായിരുന്നു നാം അറിയുന്നത്. അതായത് ശ്രീരാമചന്ദ്രനോട് വാൽമീകി തന്നെ ഈ കഥ വിവരിക്കുന്ന ഭാഗം നമുക്ക് കാണാം. ശ്രീരാമന്റെ പേരിന്റെ മഹത്വം കൊണ്ട് മാത്രമാണ് ഞാൻ ബ്രഹ്മമുനിയായി തീർന്നതെന്ന് പറയുന്ന ഭാഗം. അദ്ദേഹം ഒരു ബ്രാഹ്മണന് ശൂദ്രശ്രീയിൽ ജനിച്ച പുത്രനായിരുന്നു. എന്നാൽ
ജീവിതഭാരം കൊണ്ട് അദ്ദേഹം ഒരു രത്നാകരൻ എന്ന് പേര് സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ പേര് രത്നാകരൻ എന്നായിരുന്നു. രത്നാകരൻ പിന്നീട് ജീവിത ദുരിതങ്ങൾ അനുഭവിച്ച് വളർന്നു. യാതൊരു നിവൃത്തിയുമില്ലാതെ കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് മറ്റുള്ളവരെ മോഷ്ടിച്ചും പിടിച്ചുപറിച്ചും ജീവിതം തള്ളി നീക്കുന്ന കാലഘട്ടം. ഭാര്യയും പുത്രന്മാരുമെല്ലാം ഉള്ള ഒരു കുടുംബം. അങ്ങനെയിരിക്കെ കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് എന്തെങ്കിലും ശേഖരിച്ചുകൊണ്ട് തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൊണ്ട് കൊടുക്കണമെന്ന ഉദ്ദേശത്തോടെ രത്നാകരൻ കാട്ടിൽ തിരിഞ്ഞു നടക്കുകയാണ്. ആ സമയത്ത് സപ്തർഷികൾ ആ വഴി കടന്നു വരികയാണ്. സപ്തർഷികള്, അതായത് മരീചി, അത്രി, ആംഗിരസ്, പുലഹ്യൻ, പുലസ്ത്യൻ, ക്രതു, വസിഷ്ഠൻ എന്നിവര് ആ വഴി കടന്നു വരുമ്പോൾ കാട്ടാളൻ അവരെയും പിടിച്ചു പറിക്കാൻ വേണ്ടി പുറപ്പെട്ടു. ആ സമയത്ത് നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സപ്തർഷികൾ അവനോട് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? നീ ഇത് ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ഭാര്യയും പുത്രന്മാരുമുണ്ട്. ഉപജീവനത്തിന് വേണ്ടി യാതൊരു വഴിയുമില്ലാതെയാണ് ഞാൻ കാണുന്നവരെ പിടിച്ചു പറിച്ച് ഇതുപോലെ എൻ്റെ ഭാര്യയെയും മക്കളുടെയും ഉപജീവനത്തിന് വേണ്ടി ഉള്ള വഴി കണ്ടെത്തുന്നത്. ഇത് ശരിയാണെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ എന്ന് സപ്തർഷികൾ ചോദിച്ചപ്പോൾ അവരൊന്നും മിണ്ടാതെ നിന്നു. ആ സമയത്ത് അവരുപദേശിക്കുകയാണ്, നീ നിന്റെ ഭാര്യയോടും മക്കളോടും ചെന്ന് നീ ദിവസവും ചെയ്യുന്ന ഈ കർമ്മങ്ങളുടെ ഫലം നീ തന്നെ അനുഭവിക്കുമോ, അല്ല അവർ കൂടെ പങ്കിട്ട് അനുഭവിക്കുമോ എന്ന് ചോദിച്ചിട്ട് വരിക എന്ന് പറയുന്നു. ആ സമയത്ത് അവൻ ഓടിച്ചെന്ന് ഭാര്യയോടും മക്കളോടും ചോദിച്ചു, അല്ല, ഞാൻ ഈ മറ്റുള്ളവരെ കൊള്ളയടിച്ച് പിടിച്ചു പറിച്ച് നിങ്ങൾക്ക് കൊണ്ടുവന്നു തരുന്ന എല്ലാ വിഭവങ്ങളും നമ്മൾ എല്ലാവരും ചേർന്ന് ഭക്ഷിക്കുന്നു. പക്ഷേ ഞാനാണിത് പിടിച്ചു പറിച്ച് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന പാപത്തിന്റെ ഫലം നിങ്ങൾ കൂടെ പങ്കിട്ട് അനുഭവിക്കുമോ എന്ന് എനിക്ക് അറിയേണ്ടതുണ്ട് എന്ന്. ആ സമയത്ത് ഭാര്യയും മക്കളും പറഞ്ഞു, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. അതായത് അവനവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവനവൻ തന്നെ അനുഭവിച്ചേ മതിയാവൂ. അതുകൊണ്ട് ഞങ്ങൾ ഇതിന് ഉത്തരവാദികളല്ല. ഞങ്ങൾ ഒരിക്കലും നീ ചെയ്യുന്ന പാപത്തിന്റെ ഫലം ഏൽക്കാൻ തയ്യാറല്ല. വിഷണനായ രത്നാകരൻ സപ്തർഷികളുടെ അടുത്തേക്ക് ചെന്നു. ശരണം പ്രാപിച്ച് കാൽക്കൽ വീണ് നമസ്കരിച്ച് പറഞ്ഞു, പ്രഭു, അങ്ങ് പറഞ്ഞത് ശരിയാണ്. എന്നെ രക്ഷിച്ചാലും എനിക്ക് മോക്ഷം നൽകിയാലും. ഉടനെ അവർ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു തരുന്ന അതുപോലെ നീ അനുഷ്ഠിക്കുകയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചു വരുന്നവരെ നീ ഇവിടെ ഇരുന്ന് ഞങ്ങൾ പറയുന്നത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിനക്ക് മോക്ഷം ലഭിക്കും. അതനുസരിച്ച് നിനക്ക് ദിവ്യജ്ഞാനം ഉണ്ടാവും, നീ വലിയവനായിത്തീരുമെന്ന് പറഞ്ഞു. അവൻ ശരി, ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞു. ആ സമയത്ത് അവനെപ്പോഴും വനം, കാട്, മരം ഇതുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ബന്ധം. അതുകൊണ്ട് രാമ എന്ന മന്ത്രത്തെ മര എന്ന്, അപ്പൊ മരം എന്ന് പറയുമ്പോൾ അവനെ ഏറ്റവും ഓർമ്മ, അതായത് അവനെപ്പോഴും മരം എന്ന് പറഞ്ഞാൽ അവനെ എപ്പോഴും അതിനെ കുറിച്ചുള്ളൊരു ജ്ഞാനമുണ്ട്. ഉടനെ മരം എന്ന പദത്തെ എന്ന പദത്തിലെ അക്ഷരങ്ങൾ മര, രാമ എന്നതിന് പകരം മര എന്ന് മന്ത്രിച്ചുകൊണ്ട് ഞങ്ങൾ വരുവോളം നീ ഇവിടെ ഇരിക്കണമെന്ന് പറഞ്ഞു. ശരി, മഹർഷിമാരുടെ ഉപദേശമേറ്റ് രത്നാകരൻ അവിടെ ഇരുന്നു. അവൻ മര എന്ന് മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ 1000 വർഷങ്ങൾ കഴിഞ്ഞ് സപ്തർഷികൾ തിരിച്ചു വന്നു. ആ സമയത്ത്
അവൻ ഇരുന്ന സ്ഥലം പുറ്റുകൊണ്ട് മൂടിയിരിക്കുകയായിരുന്നു. പുറ്റുകൊണ്ട് മൂടിയ അവനെ, അതായത് പുറ്റ് എന്നതിന് അർത്ഥം എന്നതിന് വൽമീകം എന്ന ഒരു വാക്ക്, വൽമീകം എന്ന വാക്കാണ് അതിനുള്ളത്. വൽമീകത്തിൽ നിന്ന് ഉണ്ടായവൻ, ജനിച്ചവൻ എന്ന അർത്ഥത്തിലാണ് വൽമീകി. അതായത് പുറ്റുകൊണ്ട് മൂടപ്പെട്ട അവനെ അവർ എഴുന്നേൽക്കൂ, വരൂ, പുറത്തു വരൂ, എഴുന്നേറ്റ് പുറത്തു വരൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് അവൻ പുറ്റു പൊളിച്ച് പുറത്തേക്ക് വന്നു. അവർ പറഞ്ഞു, നീ ഇന്നു മുതൽ വാൽമീകി എന്ന പേർ സ്വീകരിക്കുക. വാൽമീകത്തിൽ നിന്നും, അതായത് പുറ്റിൽ നിന്നും ഉണ്ടായവൻ എന്ന അർത്ഥത്തിൽ വാൽമീകി എന്ന പേര് സ്വീകരിക്കുക. നീ വാൽമീകി, ഇന്നു മുതൽ വാൽമീകിയാണ്. നിനക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും മോക്ഷങ്ങളും ബ്രഹ്മജ്ഞാനവും ഞങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവനെ അനുഗ്രഹിച്ച് മോക്ഷപ്രാപ്തനായി. അങ്ങനെ വാൽമീകി എന്ന പേര് സ്വീകരിക്കുകയും ശ്രീരാമചരിതം എഴുതാനുള്ള അവസരം കിട്ടുകയും ചെയ്തു എന്ന് ശ്രീരാമനോട് പറയുന്ന ഒരു ഭാഗം ഞാൻ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അപ്പോ ശ്രീരാമചരിതം എഴുതാൻ ബ്രഹ്മാവ് പറയുകയാണ്. ശ്രീരാമന്റെ ചരിതം, അതായത് ശ്രീരാമന്റെ ചരിതം എന്ന് പറയുമ്പോൾ ശ്രീരാമന്റെ വർത്തമാനകാല ജീവിതത്തെക്കുറിച്ച്, അതായത് വാൽമീകിയും ശ്രീരാമനും സമകാലികരായിരുന്നു, ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചരായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ശ്രീരാമന്റെ ചരിതം വർത്തമാവിയും എഴുതണം. ഇതിന് അടിസ്ഥാനമായിട്ട് അവർ ബ്രഹ്മാവ് വാൽമീകിയോട് നിർദ്ദേശിക്കുന്നത് എന്തെന്നാൽ, അതായത് തമസാ നദിക്കരയിൽ ശിഷ്യഗണങ്ങളോടൊപ്പം വാൽമീകി മഹർഷി ആശ്രമത്തിൽ താമസിച്ചു വരികയായിരുന്നു. അതിന് ഒരു നാൾ തമസാ നദിയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്രൗഞ്ച പക്ഷികളിൽ ഒന്നിനെ ഒരു വേടൻ, ഒരു ദുഷ്ടനായ വേടൻ കൊന്നു വീഴ്ത്തി. ഇത് കണ്ട് അങ്ങേയറ്റം വിഷമിച്ച മഹർഷി നിഷാദ എന്ന് പറഞ്ഞ ഒരു ശ്ലോകം എഴുതി. നിഷാദ, കാട്ടാള അരുത്, കാട്ടാള ചെയ്യരുത് എന്ന് പറഞ്ഞ് എഴുതിയ ആ ശ്ലോകത്തെ ആസ്പദമാക്കി ചരിതം മുഴുവനായി എഴുതുവാൻ ബ്രഹ്മാവ് ആവശ്യപ്പെടുകയാണ് ആരോട്? വാൽമീകി മഹർഷിയോട്. ആ സമയത്ത് ബ്രഹ്മാവ് വാൽമീകിക്ക് ശ്രീരാമന്റെ വർത്തമാന ചരിത്രം മുഴുവനും അറിയാം. ഭൂതവും ഭാവിയും അതേ രീതിയിൽ എഴുതണമെന്ന് ബ്രഹ്മാവ് വാൽമീകി മഹർഷിയോട് ഉപദേശിക്കുകയാണ്. അങ്ങനെ രാമായണം എന്ന മഹാകാവ്യം എഴുതപ്പെട്ടു എന്നാണ് പണ്ഡിത അഭിപ്രായം. അതായത് പുരാവൃത്ത പരാമർശമായ ഒരു മഹാകാവ്യമായതുകൊണ്ടാണ് ഇതിനെ ഇതിഹാസ കാവ്യമായി അറിയപ്പെടുന്നത്. നമുക്കറിയാം, ഭാരതത്തിലെ വളരെ ശ്രേഷ്ഠമായ രണ്ട് ഇതിഹാസ കാവ്യങ്ങൾ രാമായണവും മഹാഭാരതവും. ലോകത്തിൽ തന്നെ ഏറ്റവും ഉത്കൃഷ്ടമായ ഗ്രന്ഥങ്ങളിൽ ഇതിഹാസ കാവ്യങ്ങളായ വേറെ ഈ രണ്ട് ഇതിഹാസ കാവ്യങ്ങൾ ഗ്രീക്ക് കാവ്യങ്ങളുണ്ട്. ഹോമറിന്റെ ഇലിയഡ് ഒഡീസി എന്നീ കാവ്യങ്ങൾ. അപ്പോ നമുക്ക് ഈ ഭാരത സംസ്കാരം രാമായണത്തിലൂടെ കേൾക്കാൻ കഴിയുക എന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പാരായണത്തിലേക്ക് കടക്കാം. ചെറിയ സമയമേ ഉള്ളൂ. യുദ്ധവർണ്ണന എന്നത് വളരെ രസകരമായ ഒരു അനുഭവമാണ്. നമുക്ക് സാധാരണ യുദ്ധവർണ്ണന എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഏത് പക്ഷത്തോടാണ് നമുക്ക് ഇഷ്ടം തോന്നുന്നത് ആ പക്ഷം ജയിക്കണമെന്ന് ചിന്തിക്കുന്നതാണ് ഒരു യുദ്ധം. നമ്മളൊരു സിനിമ കാണുമ്പോൾ നമുക്കറിയാം, സിനിമയിലെ ആരാണോ നമ്മുടെ ഹീറോ ആ ഹീറോ ജയിക്കണം, അതായത് നമ്മുടെ ഹീറോ ആരാണോ അവർ ജയിക്കണമെന്ന് ഒരു സിനിമയിലെ ഒരു സംഘട്ടനം ഉണ്ടാകുമ്പോൾ ഇങ്ങനെയാണ്. എന്നപോലെ ഇവിടെ മേഘനാഥവധം എന്ന് പറഞ്ഞാൽ രാവണന്റെ പുത്രൻ മൂത്ത പുത്രനായ ഇന്ദ്രജിത്താണ്
മേഘനാഥൻ. ഇന്ദ്രജിത്തിന് മേഘനാഥൻ, മായാവി, രാവണി, കാനീനൻ എന്നീ പേരുകളൊക്കെ ഉണ്ട്. ഈ മേഘനാഥന് ഇന്ദ്രജിത്ത് എന്ന് പേര് വരാൻ കാരണം ഒരിക്കൽ ഒരു യുദ്ധത്തില് ഇന്ദ്രനെ ജയിച്ചു. ആ കഥ പറയാനുള്ള സമയമല്ല, അതുകൊണ്ടാണ്. ഇന്ദ്രനെ ജയിച്ചത് കൊണ്ടാണ് ഇന്ദ്രജിത്ത് എന്ന് പേര് വന്നത്. അപ്പോ ഇന്ദ്രജിത്തിനെ വധിക്കാൻ ഉള്ള സാഹചര്യം, അതായത് രാവണന്റെ മക്കളിൽ ഇന്ദ്രജിത്ത്, അതികായൻ, അക്ഷകുമാരൻ എന്നീ 3 പേരാണ്. രാവണനും മണ്ഡോദരിക്കും രാവണൻ, മണ്ഡോദരി എന്നിവരുടെ 3 മക്കൾ. അപ്പൊ ഇവിടെ രാമലക്ഷ്മണന്മാരും വാനരന്മാരും സന്തുഷ്ടരായിരിക്കുന്ന സമയത്ത് സുഗ്രീവനും അംഗദനും അവിടെ വാനരന്മാരോട് പറയുകയാണ്, ആരും ഇവിടെ നിൽക്കരുത്. കാരണം ഇതിന്റെ പൂർവ്വഭാഗം നമ്മളെല്ലാവരും വായിച്ചു കേട്ടത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടയിൽ തുടങ്ങുന്നത്. മേഘനാഥവധത്തിന്റെ ഒരു ചെറിയ സന്ദേശമാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. ആരും പുറത്തു അല്ല, ഇവിടെ നിൽക്കരുത്. എല്ലാവരും അകത്ത് കയറി ലങ്കാപുരം, ലങ്കാനഗിരി, ഗോപുരങ്ങളെല്ലാം തീവെച്ച് നശിപ്പിക്കുക. ഇത് കേട്ടപാടെ വാനരന്മാരെല്ലാം ചാടിക്കയറി അകത്തളങ്ങളില്, അതായത് ഗോപുരത്തിന്റെ ഉള്ളിൽ കയറി എല്ലാം നശിപ്പിക്കുകയാണ്. തീവെച്ച് സർവ്വതം നശിപ്പിക്കുകയാണ്. വിളക്കുകൾ നശിപ്പിക്കുകയാണ്. എല്ലാം നശിപ്പിച്ചു. മരങ്ങൾ മുറിച്ചു തള്ളി തടാകങ്ങളും കിണറുകളും ഒക്കെ നികത്തി ഗോപുര തടയിലെ വാതിൽക്കൽ വരെയുള്ള കിടങ്ങുകളൊക്കെ നിരത്തുകയും തെരുതെരെ തീവെച്ച് ലങ്കാനഗരം ശാമ്പലാക്കുകയാണ്. ശ്രീരാമന്റെ ശരങ്ങളേറ്റ് രാക്ഷസന്മാരെല്ലാം കാലപുരി കൊണ്ടു. ആ സമയത്ത് ലങ്കാനഗരം ശാമ്പലായത് കണ്ട് കുംഭകർണപുത്രന്മാരായ കുംഭനെയും നികുംഭനെയും എല്ലാം ആ സമയത്ത് കാലപുരിയിലേക്ക് അയച്ചു കഴിഞ്ഞു. വാനരന്മാർ ഉത്സാഹഭരിതരായി. കാരണം ഇവിടെ അവരുടെ ശത്രുസൈന്യം ഗുരുതരെ മരിച്ചുകൊണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാനരന്മാർക്കെല്ലാം വളരെയധികം സന്തോഷം. ഇതെല്ലാം കണ്ട് കോപിഷ്ഠനായ ഇന്ദ്രജിത്ത് രംഗപ്രവേശം ചെയ്യുകയാണ്. അപ്പോ ആ സമയത്ത് ഇന്ദ്രജിത്ത് ലക്ഷ്മണൻ പറയുന്നുണ്ട് ശ്രീരാമനോട്, ഇന്ദ്രജിത്ത് നമ്മുടെ വാനരപ്പടയെയും നമ്മുടെ ഇടയിലുള്ള ആളുകളെയെല്ലാം ഒരുപാട് കൊന്നു നശിപ്പിക്കുന്നുണ്ട്. അവന് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് ശ്രീരാമനോട് പറയുകയാണ്, ബ്രഹ്മാസ്ത്രം കൊണ്ട് അവനെ കൊല്ലുക, ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുക അവന് നേരെ. ആ സമയത്ത് ശ്രീരാമൻ പറയുകയാണ്, ഒരിക്കലും ബ്രഹ്മാസ്ത്രം നമ്മള് തിരിഞ്ഞോടുന്നവരോടോ ആയുധം അതായത് പുറംതിരിഞ്ഞ് ഓടുന്നവന് നേരെയോ ആയുധം നഷ്ടപ്പെട്ടവന് നേരെയോ നേരെ മുന്നിൽ പ്രത്യക്ഷപ്പെടാത്തവന് നേരെയോ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുന്നവന് നേരെയോ ഒന്നും തന്നെ പ്രയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് ഭയന്ന് കാൽക്കൽ വീഴുന്നവർക്ക് നേരെയോ ഒന്നും പ്രയോഗിക്കാൻ പാടില്ല. അത് നേരിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് സമമായ തുല്യമായ ശക്തിക്ക് നേരെ മാത്രമേ പ്രയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ ഇന്ദ്രജിത്തിനോട് നേരിട്ട് യുദ്ധം ചെയ്യാമെന്ന് ചെയ്യാൻ പുറപ്പെടുകയാണ് ശ്രീരാമൻ വെല്ലുവിളിച്ചു നിന്ന സമയത്ത് മായാവി ആയ ഇന്ദ്രജിത്ത് പെട്ടെന്ന് അവിടുന്ന് അപ്രത്യക്ഷമാവുകയും ലങ്കാപുരിയിലെത്തി ഒരു മായാസീതയുമായി തിരിച്ചു വരികയാണ്. അപ്പൊ മായാസീത, ഈ കഴിവെല്ലാം ഇന്ദ്രജിത്തിനുണ്ട്. മായാസീതയുമായി തിരിച്ചു വന്ന അവൻ ശ്രീരാമൻ വാനരന്മാര് ഇവരെല്ലാം സന്നാഹത്തോടെ നിൽക്കുമ്പോൾ, ലക്ഷ്മണൻ ഇവരെല്ലാം സന്നാഹത്തോടെ നിൽക്കുമ്പോൾ മായാസീതയുമായിട്ട് ഗോപുരതട കടന്ന് പുറത്തേക്ക് വരുന്ന രംഗമാണ് അവർ കാണുന്നത്. ആരെയും ഹനുമാനും മറ്റു വാനരസേനയും. ഇത് കണ്ട് ഹനുമാനും വാനരസേനയും എല്ലാം യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു വരികയാണ്. അപ്പൊ പിന്തിരിഞ്ഞു വരുന്നത് കണ്ട് വളരെ സംശയം തോന്നി. എന്താണ് പിന്തിരിഞ്ഞു വരാനുള്ള കാരണം? അപ്പൊ പിന്തിരിഞ്ഞു വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ
അപ്പോ അവര് സീതയെ കൊന്നു. സീതാദേവിയെ മുറിച്ച് രക്തം വാർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സീത രാമ 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 എന്ന് വിളിച്ചുകൊണ്ട് കരഞ്ഞ് പ്രത്യക്ഷപ്പെടുന്ന രംഗമാണ് ഇവർ കാണുന്നത്. അവർ ഭയന്ന് വിറച്ച് സീത മരിച്ചുപോയി എന്ന് ചിന്തിച്ചുകൊണ്ട് അവർ തിരിഞ്ഞുവിടുകയാണ്. ഈ വിവരം എങ്ങനെയെങ്കിലും ഹനുമാൻ ഈ വിവരം ശ്രീരാമനെ അറിയിക്കുന്നു. ശ്രീരാമൻ ബോധരഹിതനായി നിലത്ത് വീണു. എന്നാൽ ഈ സത്യം ആർക്കറിയാം? വിഭീഷണൻ അറിയാം. വിഭീഷണൻ പറഞ്ഞു, ഇല്ല, അവൻ മായാപ്രയോഗം കൊണ്ട് മായാസീതയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും മായാസീത അല്ല, യഥാർത്ഥ സീതയല്ല. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായി അവന്റെ നേരെ പോരാടുക. അപ്പൊ ആ സമയത്ത് ഇന്ദ്രജിത്ത് ഇന്ദ്രജിത്ത് യുദ്ധം ചെയ്യിക്കാൻ വേണ്ടി ഇന്ദ്രജിത്ത് ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു. ആ യാഗത്തെ വാനരന്മാരെല്ലാം ചേർന്ന്, അപ്പൊ അത് വിഭീഷണൻ അതായത് രാവണ സഹോദരനായ വിഭീഷണൻ പറയുകയാണ്, തീർച്ചയായിട്ടും ഒരു ഹോമം അവൻ നടത്തും. ഹോമം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ്, ശ്രീരാമപക്ഷത്തെ അവന് ജയിക്കാൻ കഴിയുമെന്ന്, ലക്ഷ്മണനെയും ശ്രീരാമനെയും എല്ലാം ജയിക്കാൻ കഴിയുമെന്ന് പറയുന്നതുകൊണ്ട് ആ ഹോമത്തെ എങ്ങനെയെങ്കിലും മുടക്കണം എന്ന് പറയുന്ന സമയത്ത് അവർ ഓടിച്ചെന്ന്, അതായത് വാനരന്മാരെല്ലാം ഇവൻ ഹോമശാലയിൽ ഇരിക്കുന്ന സമയത്ത് എല്ലാ പരാക്രമങ്ങളും ചെയ്ത് അവന്റെ ഹോമത്തിന് വിഘ്നം വരുത്തുകയും തിരിച്ച് യുദ്ധത്തിന് തയ്യാറായി ലക്ഷ്മണനുമായി യുദ്ധം ആരംഭിച്ചു. ഹനുമാനും വാനരന്മാരും എല്ലാം അതിന് തയ്യാറായി. ഉടനെ എല്ലാവരും ആർത്തു വിളിച്ച് ഉത്സാഹത്തോടെ വാനരന്മാരും ഹനുമാനും എല്ലാവരും ആർത്തു വിളിച്ച് ഉത്സാഹത്തോടെ സന്നാഹത്തോടെ എത്തിച്ചേരുകയാണ്. അങ്ങനെ ലക്ഷ്മണനും മേഘനാഥനും അതായത് ഇന്ദ്രജിത്തും നടത്തിയ യുദ്ധത്തിൽ ലക്ഷ്മണൻ ഐന്ദ്രാസ്ത്രം എന്ന അസ്ത്രം പ്രയോഗിച്ച് മേഘനാഥനെ കൊല്ലുന്ന ഒരു ഭാഗമാണ് ഇവിടെ മേഘനാഥ വധത്തില് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇവിടെ എല്ലാം ഓരോ സന്ദേശങ്ങളുണ്ട്. അതായത് ഒരിക്കലും ഒരു ദുഷ്ട ശക്തിക്ക് അല്ലെങ്കിൽ ദുഷ്ടപ്രേരക ശക്തിക്ക് സത്യത്തെ ജയിക്കാൻ പ്രയാസമാണ്. അപ്പോ ഈ യുദ്ധത്തിലൂടെ മേഘനാഥൻ മായാപ്രയോഗത്തിലൂടെ ചെയ്ത ചതി അസത്യമാണെന്ന് അറിയാം. അപ്പോൾ ആ അസത്യത്തെ ഒരിക്കലും സത്യം കൊണ്ട് മാത്രമേ ജയിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അസത്യത്തിന്റെ മാർഗത്തിലൂടെ മാത്രമാണ് ഏതൊന്നിനെയും നമുക്ക് ജയിക്കാൻ കഴിയുക എന്നൊരു സന്ദേശം. ഒന്നിച്ച് ലാസ്റ്റ് ഞാൻ ഇതിന്റെ ഒരു ഭാഗം പറയാം. ഇനി അടുത്തത് രാവണ ഹോമ വിഘ്നമാണ്. അപ്പോ ഇന്ദ്രജിത്തിന്റെ മരണാനന്തരം രാവണൻ വളരെ ദുഃഖിതനായി ഇരിക്കുകയാണ്. രാവണൻ തന്റെ ഗുരുവായ ശുക്രാചാര്യരോട് ചോദിച്ചു, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ സമയത്ത് രാവണൻ ശുക്രാചാര്യരുടെ നിർദ്ദേശപ്രകാരം രാവണൻ ഹോമത്തിന് തയ്യാറാകുന്നു. പക്ഷെ ആ ഹോമവും വനരസേന ചെന്ന് മുടക്കണം. അങ്ങനെ രാവണന്റെ ഹോമം മുടക്കി. പിന്നീട് രാവണന്റെ ഭാര്യയായ മണ്ഡോദരി ചില ഉപദേശങ്ങൾ രാവണനോട് പറയുന്നു.
രാവണൻ എന്താണ്, ഇല്ല, ഞാൻ തീർച്ചയായിട്ടും രാമനെ ജയിച്ച് വിഷ്ണുലോകത്തിലെത്തും എന്ന് പറയുമ്പോൾ പറഞ്ഞ് രാമരാവണ യുദ്ധത്തിന് തയ്യാറാവുകയാണ്. രാവണൻ യുദ്ധത്തിന് തയ്യാറായി വരുമ്പോൾ രാമനും സൈന്യവും നേരിടുന്നു. ആ സമയത്ത് ഒരുപാട് പല അസ്ത്രങ്ങളും പ്രയോഗിച്ച് രാവണനും തമ്മിലുള്ള പോരാട്ടം തുടരുകയാണ്. അവസാനം രാമൻ ഐന്ദ്രാസ്ത്രം പ്രയോഗിക്കുമ്പോൾ അതിന് പകരമായി തമസാസ്ത്രം, അതുപോലെ ഓരോ അസ്ത്രങ്ങൾ മാറി മാറി പ്രയോഗിച്ച് അവസാനം രാവണനെ അസ്ത്രങ്ങൾ പ്രയോഗിച്ച് തളർത്തുകയാണ്. ഇതാണ് അപ്പോ ഈ ഒരു ഭാഗമാണ് മുഴുവനായി എല്ലാം വസ്തുതകൾ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും തീർച്ചയായിട്ടും എന്താണ്, നമ്മള് എപ്പോഴും യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല, യുദ്ധത്തിലൂടെ അല്ല നമ്മൾ പരിഹാരം കണ്ടെത്തേണ്ടത് എന്നൊരു പാഠമാണ് നമ്മൾ ഈ ഭാഗത്തിലൂടെ ഉൾക്കൊള്ളുന്നത്. തീർച്ചയായിട്ടും അതായത് അധർമ്മത്തെ ധർമ്മത്തിലൂടെ മാത്രമേ ജയിക്കാൻ കഴിയുള്ളൂ എന്നൊരു സന്ദേശം കൂടെ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ തീർച്ചയായിട്ടും ഇങ്ങനൊരു സംരംഭം ഒരിക്കലും ഇത് വളരെ ചുരുക്കമായി എനിക്ക് സംസാരിക്കാനുള്ള അവസരം തന്നതിനും നന്ദി പറയുന്നു. ഈ സംരംഭം പ്രണയാത്ത മണിവിളക്കായി എന്നും ശോഭിക്കട്ടെ എന്ന് പറയുന്നു. അതുപോലെ അജ്ഞാനമെന്ന ഇരുട്ടിനെ അകറ്റി വിജ്ഞാനമെന്ന പ്രകാശത്തിലേക്ക് നയിക്കട്ടെ. അതായത് തമസ്സോമ ജ്യോതിർഗമയ ലോക സമസ്ത സുഖനോ ഭവന്തു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. വയനാടൻ ചെട്ടി സർവീസ് സൊസൈറ്റിയുടെ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ഇന്ന് ചെറിയ അമ്പലവയൽ പ്രാദേശിക സമിതിയാണ് പാരായണം ചെയ്തത്. ഈ വേദിയിൽ നന്ദി അറിയിക്കുക എന്നതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. ആദ്യമായി തമിഴ്നാട് ഘടക സമിതി ഭാരവാഹികൾ, വനിതാ വേദി പ്രവർത്തകർ, ഓൺലൈൻ രാമായണത്തിന്റെ സംഘാടകർ, എല്ലാവർക്കും ആദ്യമായി എന്റെ പേരിലും ചെറിയ അമ്പലവയൽ പ്രാദേശിക സമിതിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇന്നത്തെ പരിപാടിയിൽ ആമുഖ പ്രഭാഷണം നടത്തിയ ശ്രീ രാജേഷ് കരിവളം എന്നിവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ നമ്മുടെ സമിതിയിലെ പ്രസിഡന്റ് ശ്രീ ചന്ദ്രദാസ് അവർകൾക്കും നന്ദി അറിയിക്കുന്നു. കൂടാതെ പാരായണം ചെയ്ത 3 പേർക്കും നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ പരിപാടിയിൽ സന്ദേശം നൽകിയ ശ്രീ ഭാസ്കരൻ മാസ്റ്റർ വെണ്ടണ അവർകൾക്കും പ്രത്യേകം ഞങ്ങളുടെ സമിതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ശ്ലോകം അവതരിപ്പിക്കാൻ വന്ന കുമാരി ദേവനന്ദ മോൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇന്നത്തെ പരിപാടി ഓൺലൈനിൽ വീക്ഷിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ശ്രീരാം. എല്ലാവർക്കും നമസ്തേ. ഏക ശ്ലോക രാമായണം. പൂർണം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി ദഹനം പശ്ചാത്രവണ കുംഭകർണ ഹനനം ഏതാദി രാമായണം. ഓം ശാന്തി ശാന്തി ശാന്തി.